പാലക്കാട് ഈ പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ മൂന്ന് മുന്നണികളും വലിയ ആവേശത്തിലാണ് പ്രചരണം നടത്തുന്നത്. നമ്മൾ ഇന്നലെ ട്രെൻഡ് പാലക്കാട് മണ്ഡലത്തിലെ ട്രെൻഡ് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ന്യൂനപക്ഷ മേഖലകളിലെ വോട്ട് ഉറപ്പിക്കുക എന്നത്. ഇതിനുവേണ്ടി ഇന്ന് ഈ ഒരു അവസാന ദിവസം മൂന്ന് മുന്നണികളും ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള പട്ടാമ്പിയിലെയും മണ്ണാർക്കാടും ശ്രീകൃഷ്ണപുരത്തുമേലാണ് പ്രചരണം നടത്തുന്നത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവനാണ് നമുക്കൊപ്പം ചേരുന്നത്. മണ്ണാർക്കാടാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ പാലക്കാട് ഇത്തവണ വിജയസ്വാധീനമായി ഒരുമാറും. അതെല്ലാം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് വരെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയ പരിപാടികളിലെ തകരാറുകൾ അത് സാമാന്യ ജനങ്ങളെ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട സാധാരണക്കാരന് എതിരാണ്. ന്യൂനപക്ഷത്തിന് എതിരായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കൂടിയ ആശങ്ക സമൂഹത്തിലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP അധികാരഭ്രഷ്ടമാക്കുക എന്നത് ഒരു പൊതുവികാരമാണ്. അതിനെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. വലിയ ചാഞ്ചാട്ടപരമായ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ വിശ്വാസ്യത തകർന്നു പോവുകയാണ്. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കാലം മാറാൻ കഴിയുമെന്ന് കോൺഗ്രസ്സുകാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതുകൊണ്ട് കൃത്യതയുള്ള ഉറച്ച നിലപാടുള്ള ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് പൊതുവെ വിധി എഴുതുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് എന്ത് കാര്യമാണ്? വികസനം തന്നെയാണോ? ഇത് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ എല്ലാ നാനാ വിഷയങ്ങളെയാണ് ചർച്ച ചെയ്യുക. ഒരു വിഷയത്തിൽ ഊന്നിയല്ല പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത്. പാർലമെൻറ്റ് ഇന്ത്യയുടെ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്ന സ്ഥലമാണ്. ആ ഗൗരവബുദ്ധിയോടുകൂടി തന്നെയാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. അതല്ലാതാക്കി മാറ്റാൻ ചിലർ പരിശ്രമിച്ചിട്ടുണ്ട്. ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ രാഷ്ട്രീയം ഒരിക്കലും ചർച്ചയിൽ മുന്നിലേക്ക് വരരുത് എന്നുള്ള നിലയിലുള്ള പ്രചാരണ വേലകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ അജണ്ടയ്ക്ക് ചുറ്റുമല്ല, ജനങ്ങൾ ജീവിതത്തിൻ്റെ അജണ്ടയ്ക്ക് ചുറ്റുമാണ് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചിട്ടുള്ളത്. എപ്പോഴും ശ്രമിക്കുന്നത് ബൂത്ത് ലെവലിൽ നിന്ന് തന്നെ വിജയിച്ച് വരാൻ വേണ്ടിയാണ്. അതിനുള്ള ശ്രമങ്ങളെല്ലാം ഇത്തവണ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊരു ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനം, ഏറ്റവും താഴെത്തട്ടിലുള്ള ബന്ധപ്പെടൽ എന്നുള്ളതാണ് ഞങ്ങൾ നടത്തിയൊരു പരിശ്രമം. ഞാൻ തന്നെ 1000-ലധികം ചെറിയ പ്രാദേശിക ബൂത്തല യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് പൊതുവെ നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പിന് പരിശ്രമിക്കുക, ആളുകളെ കാണാനുള്ള പരിശ്രമം. 89-ൽ മത്സരിച്ച് പാലക്കാട്ടെ MP ആയിരുന്നു. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും പാലക്കാട്ടേക്ക് എത്തി മത്സരിക്കുന്നു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശമെല്ലാം? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 89-ഉം 2024-ഉം തമ്മിൽ കലണ്ടറിലെ തീയതികളുടെ വ്യത്യാസമേ ഉള്ളൂ. നല്ല നിലയിൽ തന്നെയുള്ള ജനകീയ പങ്കാളിത്തം എല്ലാ തലത്തിലും അന്നത്തേതുപോലെ തന്നെ പ്രകടമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. പക്ഷേ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ രീതിശാസ്ത്രവും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നുള്ള വ്യത്യാസമാണ് അതിലുള്ളത്. മനുഷ്യജീവിത പ്രശ്നങ്ങളിൽ വന്ന ഒരു വ്യത്യാസം തീവ്ര ഹിന്ദുത്വ വർഗീയത സൃഷ്ടിച്ച വലിയ പ്രതിരോധപരമായ ഒരു അന്തരീക്ഷം സാമൂഹ്യ ഘടനയെ പിറകോട്ട് വലിക്കുന്നുണ്ട്. അതിൽ ജനങ്ങൾക്കുള്ള അസ്വസ്ഥതയും ജാഗ്രതയും ഒക്കെ ഉണ്ട്. അത് വല്ലാതെ വിഷമം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ പൊതു വളർച്ചയുടെ മുന്നിൽ ഒരു മുറിവ് പോലെ തീവ്ര വർഗീയ മൂല്യബോധത്തെ പ്രതിഷ്ഠിക്കാനുള്ള പരിശ്രമം പൊതുവെ നാടിനുണ്ടാക്കിയ വിഷമത, അത് നമുക്ക് ആ കാലവും ഈ കാലവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. സുജിയ, വലിയ രീതിയിൽ ആവേശത്തിലാണ് പാലക്കാട്ടെ മൂന്ന് മുന്നണികളും പ്രചരണം നടത്തുന്നത്. ഇന്ന് അവസാനമായി ഈ ഒരു കൊട്ടിക്കലാശം നടക്കുന്നത് പാലക്കാട് നഗരത്തിലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ്. മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തും. വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ ഈ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ബൈക്ക് റാലികളുമായും വിവിധ റാലികളുമായും എല്ലാം ഈ ഒരു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തും. അവിടെ വെച്ചായിരിക്കും ഈ പാലക്കാട് ഉള്ള ഈ മൂന്ന് മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊട്ടിക്കലാശം ആവുക.